In today's world, many young people search for love and happiness in different ways, often overlooking the strength found in faith and family. This kid of theirs follows the journey of an American born Malayali young woman whose life is transformed through the power of prayer, the sacrament of confession, and the loving guidance of our family, reminding us that God's plan unfolds when we trust in Him. So sit back, relax, and enjoy, and give them all the support. പറിച്ചു നട്ട മണ്ണിലെ ജീവിതയാത്രയിൽ ഒരു നിമിഷം പകച്ചുപോയ അമേരിക്കൻ മലയാളി യുവത്വം, വേരറ്റു പോകാത്ത വിശ്വാസ പാരമ്പര്യവും കുടുംബ ബന്ധങ്ങളിലെ ഇഴയെടുപ്പവും കൈമുതലാക്കി അന്ന എന്ന യുവതി ജീവിതം തിരിച്ചുപിടിക്കുന്ന അപൂർവമായ അനുഭവം. അറ്റ്ലാന്റ സെന്റ് അൽഫോൻസ ഫൊറൈൻ ദേവാലയം അഭിമാന പുരസ്സരം അവതരിപ്പിക്കുന്നു അന്നയുടെ ആകുലത. Anna is a 26-year-old young woman. Successful in her career, owns her own house, and is leading an independent life. For Anna, the sky is the limit. But she has her own fears and uneasiness. Facing pressure from the people around her regarding her marriage, Anna feels scared and doubtful. Will Anna find the answer she seeks? Let's sit back and see what happens. എൻ്റെ മോളെ, നേരം ഇരുട്ടിയിട്ട് ഒരുപാടായല്ലോ. കുരിശുവരയ്ക്കും പ്രാർത്ഥനയ്ക്കും ഒന്നും സമയമില്ലേ ഈ വീട്ടിൽ? ഉവ്വേ, അതിനൊക്കെ ഇപ്പം ആർക്കാടി നേരം? ഫോണൊന്ന് കയ്യിൽ നിന്ന് വെച്ചിട്ട് വേണ്ടേ പ്രാർത്ഥിക്കാൻ? എടാ കൊച്ചനെ, അതിൻ്റെ ഒച്ചയൊന്ന് കുറയ്ക്കടാ. ഓക്കേ ഗ്രാൻഡ്പാ, കുറയ്ക്കാം. മോളെ അന്നക്കുട്ടി, എവിടെയാ നീ? കുരിശ് വരയ്ക്കാൻ നേരം വൈകി മോളെ. എന്താ, ഞാൻ വന്നു. Give me a second, chill out. മോളെ, ഞങ്ങൾ പറഞ്ഞ ആ ചെറുക്കൻ്റെ പ്രപ്പോസൽ കാര്യത്തിൽ എന്താ നിന്റെ തീരുമാനം? Oh, that guy who wakes up at 5 a.m. for jogging? I don't think it's going to work out. Our lifestyles are different. I talked to him over the phone several times, and I don't think he's a good match for me. Why? Why not? He is from a reputed family and he is well settled too. Do you think you can live your entire life without a partner? We won't be here forever. എൻ്റെ കൊച്ചേ, നിന്റെ വല്യപ്പൻ എന്നെ പെണ്ണ് കാണാൻ വന്നപ്പോൾ നാണം കാരണം ഞാൻ അങ്ങേരുടെ മുഖം പോലും കണ്ടില്ല. എൻ്റെ അപ്പച്ചനും ആങ്ങളമാരും കൂടെ എല്ലാം തീരുമാനിച്ചത്. അന്ത കാലമാണോ അമ്മച്ചി ഇന്ന്? കാലവും കോലവും ഏതായാലും ജീവിതം ഒന്ന് തന്നെയല്ലേ. എല്ലാം ഒരു തരം നീക്കുപോക്ക്. എല്ലാം തികഞ്ഞ ആരെയെങ്കിലും കിട്ടുമോ? നീ ഒരു കാര്യം ചെയ്യേ, നാട്ടിൽ നിന്ന് ഈയിടെ വന്ന കൊച്ചച്ചനില്ലേ, നിന്റെ ശങ്കയെല്ലാം പറഞ്ഞ് കുമ്പസാരിച്ച് നന്നായിട്ടൊന്ന് പ്രാർത്ഥിക്കാൻ പറ. എല്ലാം ശരിയാകുമെന്നേ. എനിക്കിതൊന്നിലും വിശ്വാസമില്ല, എങ്കിലും ഞാൻ ശ്രമിക്കാം. ആഹാ, എല്ലാവരും ഉണ്ടല്ലോ. വാ, നമുക്ക് കുടുംബ പ്രാർത്ഥന ചൊല്ലാം. എല്ലാ വിപത്തുകളിൽ നിന്നും സംരക്ഷിതമാകട്ടെ ഇപ്പോഴും
കൂട്ടുകാരെ കണ്ടപ്പോൾ അവളുടെ സന്തോഷം കണ്ടില്ലേ? അത് പിന്നെ പിള്ളേരല്ലേ. എടി, നിന്റെ കൊച്ചിന്റെ കല്യാണക്കാരി എന്തായി? ഒക്കെ ശരിയായി വരുന്നു. ഓ, പിന്നെ നമ്മുടെ സതീശൻ മുഖ്യമന്ത്രിയായതൊക്കെ അറിഞ്ഞില്ലേ? പിന്നെ നമ്മുടെ പിണറായിയുടെയും മോളുടെയും കാര്യം അല്പം പരിങ്ങില്ല. അതൊക്കെ നിങ്ങളുടെ ഓരോ പ്രതീക്ഷകൾ. Girl, why are you so happy? നീ ആ ചെറുക്കനെ കെട്ടാൻ പോവാണോ? അങ്ങനെയല്ലടി എൻ്റെ പെണ്ണുങ്ങളെ. കൊച്ചച്ഛൻ പറഞ്ഞപ്പോഴാ എനിക്ക് സമാധാനമായത്. Didn't we see Mother Mary's and Saint Joseph's struggle? എല്ലാം ദൈവത്തിൻ്റെ കയ്യിൽ കൊടുത്തല്ലേ അവർ ജീവിച്ചത്. Don't you know, a great marriage is not the perfect couple coming together? It's when an imperfect couple learns to enjoy their differences. Mom, a great surprise is waiting for you. Call our family and prayer group members at home. Let's all come together and celebrate. Anna said yes. അതെ, നമ്മുടെ മോള് കല്യാണത്തിന് സമ്മതിച്ചു. ഏലിയാവിൻ ദൈവം എന്റെ ദൈവമാ,